അലാം അടിച്ച് കണ്ണു തുറന്ന് നോക്കിയപ്പോ എന്താ ഇടിയും മിന്നലും മഴയും. വിഷുവായോണ്ട് രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകേണ്ട പ്ലാൻ എങ്ങനെ വൈകിട്ടത്തേക്കാക്കി. അല്ലു എണീറ്റപ്പോ കൂടെ ഞങ്ങളും എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഡെയിലി റൂട്ടീൻസിലേക്ക് കടന്നു. സദ്യ ഐറ്റംസ് ഉണ്ടാക്കി അത്ര പരിചയമില്ലാത്തതുകൊണ്ടും അല്ലുവിനെ വെച്ച് അത് പരീക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് തനിമേന്ന് സദ്യ ഓർഡർ ചെയ്തു. ഓരോ ഐറ്റംസും ഇങ്ങനെ കുഞ്ഞു ബോക്സിലായി കിടക്കുന്നത് കാണാനൊരു ഭംഗിയുണ്ട്. കഴിച്ചപ്പോഴും തിരക്കേടില്ലായിരുന്നു. ഇത് അല്ലുക്കുട്ടിയുടെ ഫസ്റ്റ് വിഷു ആട്ടോ. അതുകൊണ്ട് അവൾക്കും ഒരു ഇല വെച്ച് എല്ലാ ഐറ്റംസും വിളമ്പി. എല്ലാ കറികളും അവള് കൈയിട്ട് വാരി മടുത്തപ്പോ ഞാൻ വാരി കൊടുത്തു. പേരിനെ കഴിച്ചുള്ളൂ എങ്കിലും അവൾ ആദ്യമായിട്ട് സദ്യ ട്രൈ ചെയ്തതിന്റെ ഒരു സന്തോഷമുണ്ട്. സദ്യ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതിയെ അമ്പലത്തിലോട്ട് പോകാൻ റെഡിയായി. അരുണിന്ന് വർക്കിംഗ് ആയതുകൊണ്ട് ഓഫീസ് അവേഴ്സ് കഴിഞ്ഞാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടെ എല്ലാ വിശേഷ ദിവസങ്ങളിലും നമ്മുടെ മലയാളികൾ ഓടിയെത്താറുള്ള ഒരേ ഒരു ഗുരുവായൂരപ്പൻ ടെമ്പിളിലേക്കാണ് നമ്മൾ പോണത്. രാവിലെ പോവാഞ്ഞതുകൊണ്ട് വിഷുക്കൈ നീട്ടം നഷ്ടമായെങ്കിലും അവിടെ ഒരുക്കിയ വിഷുക്കണി കാഴ്ചകൾ കാണാൻ പറ്റണേന്നായിരുന്നു എന്റെ പ്രാർത്ഥന. അങ്ങനെ ഗുരുവായൂർ അമ്പല നടയിലെത്തി. ഇവിടെ എത്തുമ്പോൾ എപ്പോഴും ഒരു പ്രത്യേക ഫീലാണ്. ചോറൂണിന് ശേഷം ഇവളെ ഒക്കത്ത് വെച്ചോണ്ട് ഇന്നാണ് അമ്പലത്തിലോട്ട് വീണ്ടും വരുന്നത്. പ്രാർത്ഥിച്ച പോലെ തന്നെ വിഷുക്കണി കാണാൻ പറ്റി. വളരെ മനോഹരമായി ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ ചുറ്റി തൊഴുതു വന്നപ്പോഴേക്കും നമ്പൂതിരിയുടെ വക ഒരു ബോക്സ് പാൽപ്പായസം കിട്ടി. ഇവിടെ വരുമ്പോൾ എപ്പോഴും വാങ്ങിക്കാറുള്ള എന്റെ ഫേവറേറ്റ് ഉണ്ണിയപ്പം അപ്പൊ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. ഈ കാണുന്ന ഷെൽഫിൽ ഇതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, പക്ഷേ എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. വിഷുക്കണി ഒരുക്കാനുള്ള പല ഐറ്റംസും കയ്യിലില്ലാത്തതുകൊണ്ട് നെക്സ്റ്റ് ടൈം നാട്ടിൽ പോകുമ്പോൾ എല്ലാം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നു. കുറച്ചുനേരം അവിടെ ചെലവഴിച്ച് നല്ല ഓർമ്മകൾക്കായി കുറെ ഫോട്ടോസും എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ അത്രയേ ഉള്ളൂ. ഫോളോ മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വൺ.